ചേട്ടാ ഞാനിതൊരു ടൂർ ഗൈഡാണ്, ലൊക്കേഷൻ ടൂർ. ഹായ്, ഗുഡ് മോർണിംഗ്. സോ ഒരു ദിവസം രാവിലെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. വന്ന് നേരെ മേക്കപ്പ് ചെയ്ത്, ജീത്തു സാറിൻ്റെ ലൊക്കേഷൻ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമിൽ എത്തിയാൽ മതി. അറിയോ, അപൂർവരാഗം ചെയ്യുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എൻ്റെ രണ്ടാമത്തെ സിനിമയാണ്. ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. ഞങ്ങൾ കോഴിക്കോട് നിന്ന് തുടങ്ങി കോയമ്പത്തൂർ പോയി, പൊള്ളാച്ചി പോയി, കാരക്കുടി പോയി. ഭയങ്കര റിലാക്സ്ഡ് റൂട്ടായിരുന്നു. സോ ഇപ്പം ഞങ്ങളുള്ളത് ഞങ്ങളുടെ മലയാറ്റൂർ ലൊക്കേഷനിലാണ്. ഞാനിവിടെ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് ബാച്ചുലർ പാർട്ടിയാണ്. അമലേട്ടൻ്റെ കൂടെ ഞങ്ങൾ കാറിനകത്തുള്ള കുറേ സീക്വൻസസ് എടുത്തത് ഇതിൻ്റെ അകത്താണ്. ഇന്നിപ്പോൾ 3rd ഡേ ആണ്. ഫസ്റ്റ് ഡേ മഴ കാരണം ഷൂട്ട് നിന്ന് ഉച്ചവരെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ബ്രേക്ക് ചെയ്തു. പിന്നെ പൊതുവെ ഇവിടെ ഷൂട്ട് വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ലൈറ്റ് പോകും. അപ്പോൾ നേരത്തെ പാക്കപ്പ് ആവും. ആനയുണ്ട് എന്നുള്ള ബോർഡ് കാണുമ്പോൾ പണ്ടൊക്കെ കോമഡി ആയിരുന്നു, പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും കുറച്ച് പേടിയുണ്ട്. ആദ്യം തന്നെ ലൊക്കേഷനിലേക്ക് വന്നു കയറുമ്പോൾ വെടിക്കാരെയോ അടിക്കാരെയാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ് സർ. എവിടെ ഇരിക്കും സർ? 30 വർഷമായി ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഫൈറ്റിൽ ഈ ഒരുപാട് സിനിമയിൽ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് വയസ്സായി. കണ്ടോ, ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഷൂട്ടിന്റെ പ്ലാനിങ് നടക്കുന്നുണ്ട്. സംവിധായകന്മാരിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. ഹായ് മാസ്റ്റർ. ഗുഡ് മോർണിംഗ് മാസ്റ്റർ. കാണുമ്പോൾ ഡാൻസ് മാസ്റ്റർ ആണെന്ന് തോന്നുന്നു, പക്ഷെ ഫൈറ്റ് മാസ്റ്റർ ആണ്. ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ ആണിത്. ഞങ്ങളിപ്പോൾ ഒരു ഇന്ന് 11th ഡേ അല്ലേ മാസ്റ്റർ? കാരക്കുടിയിൽ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ഷൂട്ടിൻ്റെ. മാസ്റ്ററാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി മൊത്തം ചെയ്യുന്നത്. സാർ അടിപൊളിയായി ചെയ്തു. താങ്ക് യു മാസ്റ്റർ. റോപ്പ് ക്യാം സെറ്റ് ആയോ? കണ്ടോ, റോപ്പ് ക്യാം കണ്ടോ? ഞങ്ങൾ കൂമനിലാണ് അത് ഉപയോഗിച്ചത്. അതിനുശേഷം ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഇപ്പം വെറുതെ നിൽക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഓടിക്കും. ഹായ്, ഈ കുട്ടി വേണേ പരിചയപ്പെടുത്തും. അപർണ ബാലൻ. എവിടെ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ഡേ ഷൂട്ടിന്റെ എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും. ഹായ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ലാസ്റ്റ് 2 ദിവസത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2 പോരാ, അതിന് മുന്നത്തെ നല്ലായിരുന്നു. സിനിമയിൽ കാണുമ്പോൾ എല്ലാവർക്കും തോന്നും ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഓടി പത വരിക എന്ന് പറയില്ലേ, അതാണ്. ഞങ്ങളിൽ ആരാണ് നന്നായിട്ട് ഓടുന്നത്? അല്ല, എല്ലാവരും അവരുടേതായ നന്നായിട്ട് ഓടുന്നുണ്ട്. അപർണയ്ക്ക് പറ്റുന്ന പോലെ നന്നായിട്ട് ഓടുന്നുണ്ട്. അതില് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു അവസരമായിരുന്നു. സാർ ഇത് ഭയങ്കര മാന്യമായിട്ട് ഉത്തരം പറഞ്ഞു. അത്ര മാന്യത ആവശ്യമില്ലായിരുന്നു. അല്ല, അതല്ല, അത് യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഞാൻ ഇവരുടെ കൂടെ ഓടിയാൽ ഞാൻ അവരുടെ പുറകിലായിരിക്കും. എന്റെ മുട്ടിന്റെ പ്രശ്നമുണ്ട്, ഓവർ വെയിറ്റ് ഉണ്ട്. ഒരു സൈക്കാട്രിസ്റ്റിന്റെ സ്വഭാവം ഇല്ലേ ചേട്ടാ സംസാരിക്കുമ്പോ? ഞാനിങ്ങനെ അതിനെ അതിന്റെ പോയിന്റ്സ് ഇങ്ങനെ ചെയ്തെടുത്തതാണ്. മനസ്സിലായോ?
ഇപ്പൊ അല്ല അതെ ഇപ്പൊ പാട്ട് പാടാനാണ് പറയുന്നതെങ്കിൽ ഞാൻ വളരെ മോശമായിരിക്കും. അതെ, അപർണ നന്നായിട്ട് പാടും, നന്നായിട്ട് പാടും, തെറ്റില്ലാതെ പാടും. മോശമില്ലാണ്ട് പാടും. നന്നായി പാടും. മിറാജ് ഒഫീഷ്യലി പാക്കപ്പ് ആയി. ഓക്കെ ബൈ. ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഒരു ഷൂട്ടിൽ പാക്കപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഷൂട്ട് പാക്കപ്പ് ആകുമ്പോഴത്. സോ ദിസ് ഇസ് ആസിഫ് അലി സൈനിങ് ഓഫ്.